ഹായ് ഹലോ വേൾഡ് ടെക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ സ്ലൈഡിങ്ങിന്റെ വാർഡ്രോബ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ 5 അടി വീതിയും 7 അടി ഹൈറ്റിന്റെ വാർഡ്രോബാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിന്റെ ഫ്രെയിം എല്ലാം അടിച്ച് തട്ടെല്ലാം തിരിച്ച് പിന്നെ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്ലൈഡിങ്ങിന്റെ ടോപ്പ് ആൻഡ് സൈഡ് സെക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാർഡ്രോബ് ചെയ്യുന്ന അതേ അളവിന് തന്നെയാണ് നമ്മൾ ടോപ്പ് ആൻഡ് സൈഡ് കട്ട് ചെയ്യുന്നത്. അതായത് 5 അടി വീതിയും 7 അടി ഹൈറ്റിനുമാണ് നമ്മൾ ടോപ്പ് ആൻഡ് സൈഡും കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളിത് ജോയിൻറ്റ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ 1 ഇഞ്ചിൻ്റെ ക്ലേറ്റ് ആംഗിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷൻ ഡബിൾ മൈക്കിയുടെ സെക്ഷനാണ്. പിന്നെ നമ്മൾ സ്ലൈഡിങ് ഡോറിൻ്റെ അളവെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉള്ളളവ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കും. സെൻറ്റർ എടുത്തിട്ട് 2 ഇഞ്ച് കൂട്ടി നമ്മൾ ഡബിൾ മൈക്ക് കട്ട് ചെയ്യണം. പിന്നെ ഹൈറ്റ് എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ വിത്തിനകത്ത് വേല് വെച്ചതിന് ശേഷം നമ്മൾ ഈ ട്രാക്കിനകത്ത് ഇട്ടതിന് ശേഷമേ നമുക്ക് ഹൈറ്റ് അളവെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡബിൾ മൈക്കകത്ത് വെക്കുന്ന, അതായത് സ്ലൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വീലെന്ന് പറയുന്നത് TPയുടെ 18ൻ്റെ വീലാണ്. അത് 2 ടൈപ്പ് വീലുണ്ട്, 18 ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ നമുക്ക് 18 നമുക്ക് ഇതിന് സൂട്ടാവുന്നത്. വീലടിക്കുന്ന പറഞ്ഞാൽ വെളിയിൽ നിന്ന് 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് പിടിച്ചിട്ട് ഈ വീല് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് റിവേറ്റ് അടിക്കുന്നത്. അപ്പോൾ ഇത് വീലടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡ്, അതായത് ഡബിൾ മൈക്കയുടെ ബാക്ക് സൈഡ് ലെവലിന് നമ്മൾ ഈ വീല് വെച്ച് അടിക്കാവൂ. ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചാൽ നമ്മുടെ ഡബിൾ മൈക്കയുടെ ലിപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ചേർത്താണ് നമ്മൾ വീലടിക്കുന്നത്.
വീല് നമ്മൾ 4 വീലാണ് കൊടുക്കുന്നത്. അതായത് മൂവിങ് ഇച്ചിരി ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ 4 വീലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം വീലടിച്ച് നമ്മൾ ഷീറ്റ് അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്ലൈഡിങ് വാർഡ്രോബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ഇനി ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.